പിന്നെ കടുവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം മൂത്ത് കഴിഞ്ഞപ്പോൾ നിയോഗ് ഫോളോ ചെയ്ത ഒരു മെത്തേഡ് എൻ്റേതായ ഭാഗത്തുനിന്ന് ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് കടുവയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ടൈഗർ റിസർവിലും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ സാധിക്കില്ല ഒരു സിവിലിയൻ എന്ന്. നദി കടലിൽ ചെന്ന് ചേരണം എന്ന് പറയുന്നത് പോലെ എനിക്ക് കണ്ടെത്തിയൊരു ഓപ്ഷനാണ് നമുക്ക് വോളണ്ടിയർ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ. ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിവിലിയൻസിനെ കാടിൻ്റെ കോർസോണിൽ കയറ്റാൻ പറ്റുന്നത്. അത് ഹൈറ്റിക്കോസ് ആണ്, ഹൈദരാബാദ് ടൈഗർ കൺസർവേഷൻ സൊസൈറ്റി. WCSന്റെ ഒരു ബൈ ഏജന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇന്ത്യയിലെ ടൈഗർ സർവേ അല്ല, ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ WCSന്റെ ഒരു കീഴിലാണ് ചെയ്യുന്നത്. പക്ഷെ ഹൈറ്റിക്കോസ് ആണ് ഹൈദരാബാദിൽ ചെയ്യുന്നത്. കറക്റ്റ് ടൈമിലായിരുന്നു എനിക്കൊന്ന് 2017 ഒരു വർഷത്തിന് ശേഷം ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റായിട്ട് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്തു. എന്നെ വിളിക്കുന്നത് തെലങ്കാന സ്റ്റേറ്റിൽ നിന്നായിരുന്നു. നമ്മുടെ നാഗാർജുന സാഗർ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കാട്. അപ്പോൾ വെസ്റ്റേൺ ഗഡ്സിൽ ആ സമയത്ത് ഞാൻ ട്രെക്ക് ചെയ്യുന്നുണ്ട്, പല പരിപാടികൾ ചെയ്യുന്നു, ടൂറിസം ബിസിനസ് ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അവരെന്നെ വിളിക്കുന്നു, ഞാനിങ്ങനെ പ്രൊഫൈൽ അയക്കുന്നു, മറ്റേ സിവിലിയൻസിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് പരിചയമുണ്ട്? അപ്പോൾ നമുക്ക് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ വെസ്റ്റേൺ ഗഡ്സ് ബേസിക് കാര്യങ്ങൾ പറയുന്നു. ടൈഗറിനെ ലൈഫിൽ ഞാൻ സൂവിൽ കണ്ട പരിചയമല്ലാണ്ട് എനിക്ക് യാതൊന്നുമില്ല. വെരി കോർസോണിൽ പോകുന്ന ഫോറസ്റ്റ് ഓഫീഷ്യൽസ് പോലും ഇവരെല്ലാം നിർത്തിയിട്ട് പറയാം, ഞാൻ ഫോറസ്റ്റ് ഓഫീഷ്യൽസ് തന്നെ കോർസോണിൽ പോകുന്നവർ ലൈഫിൽ വളരെ ചുരുക്കം ടൈമിലാണ് ടൈഗറിനെ സ്പോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ റിയാലിറ്റി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞതിനപ്പുറമുള്ള ചില റിയാലിറ്റീസ് ഉണ്ട്. വെരി കോർസോണിൽ കടുവയെ സ്പോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ലക്ക് പോലാണ്, ശരിക്കും ഒരു ഭാഗ്യമാണ്. ഈവൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്ക് പോലും. നിങ്ങൾ ഈ കൂടുതൽ കാണുന്ന ഈ ഫോട്ടോഗ്രാഫ്സ് ഇല്ലേ, ഇന്ത്യയിൽ മൊത്തമുള്ള ഫോട്ടോഗ്രാഫ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ 50% മച്ചലിയുടെ ഒറ്റ ഫോട്ടോയാണ് കിട്ടുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, ഇവരിതിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഇവർ വിളിച്ചിങ്ങനെ ട്രെക്കിങ്ങിന് പോകുന്ന ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, എനിക്ക് 20 കിലോമീറ്റർ ഒരു ദിവസം നടക്കാൻ പറ്റും, ഹൈറ്റ് എലിവേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ 19,800 അടി ഞാൻ മുമ്പ് ട്രെക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആ ടൈമിനുള്ളിൽ ഞാൻ ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ എമർജൻസി റെസ്പോൺസ് ടീം ഇടുക്കി ജില്ലയിൽ ആദ്യമൂലയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. വല്ലപ്പോഴും കാട്ടിലൊക്കെ എന്തെങ്കിലും മരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി പോകും. അപ്പം ഞാൻ ഇവരോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പം ഇവരെന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പക്ഷേ എന്തിനാണ് നിങ്ങൾ ടൈഗർ സർവേക്ക് വരുന്നത്? അപ്പം ഞാൻ ഇവരോട് ഈ കഥ പറഞ്ഞു, നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞിരുന്ന ഈ കഥ പറഞ്ഞു. പിന്നെ അവരെന്നോടൊന്നും ചോദിച്ചില്ല. എനിക്ക് വലിയൊരു ഹഡിൽസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 108 കിലോ ആയിരുന്നു ആ സമയത്ത്, ഓവർ വെയിറ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളെ കാട്ടിൽ കൊണ്ടുവന്ന് അവരുടെ പാഷൻ്റെ പുറത്ത് മാത്രം അവർ കാട്ടിൽ എന്നെ കൊണ്ടുപോകുന്നത് ഇതായണമെന്നുള്ളതാണ് അവസ്ഥ. പക്ഷെ അവിടെ ചെന്ന് എനിക്ക് സക്സസ്ഫുള്ളി ഞാൻ അവിടെ 13 ദിവസം ഹൈദരാബാദിൻ്റെ കൺസർവേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി ചിലപ്പോൾ തെലങ്കാനയിൽ പോകാൻ പറ്റില്ല, ആന്ധ്രയ്ക്ക് പോകേണ്ട വന്നു. കവാൾ ടൈഗർ റിസർവിലായിരുന്നു ബയോഫ്രിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാഗ്പൂരിനടുത്ത് കവാൾ ടൈഗർ റിസർവിലായിരുന്നു നമുക്ക് ഇത് കിട്ടിയിരുന്നത്. ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്യുനേറ്റ്ലി തടവോർ നാഷണൽ പാർക്കിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് കൃത്രിമമായി പാസേജ് ഉണ്ടാക്കി കൊണ്ടുവിട്ട 5 കടുവകളുടെ സർവേക്കായിരുന്നു ഞങ്ങളുടെ ടീം പോയിരുന്നത്. ബംഗാളിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ജംഷീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജംഷീർ എന്ന് പറയുന്ന ഒരു ടൈഗർ ബയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് മൂകാംബികയെ വെച്ചിട്ട് ഇടിമിന്നലേറ്റാണ് മരിച്ചു പോയതാണ് അദ്ദേഹം. ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു ഇവിടുന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു. 13 ദിവസം ഇവരുടെ 5 ദിവസത്തെ റിഗ്രസ് ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ കാട്ടിൽ പോകുന്നു, സർവേ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആന്ധ്രയിലും കൂടെ നാഗാർജുന സാഗർ ബൈഫർക്കേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഏറ്റവും വലിയ കാട് 2ആയി. അപ്പം തടവയിൽ നിന്ന് കൃത്രിമമായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ടൈഗറിനെ കുറിച്ച് അങ്ങനെയാണ് ഞാൻ 2 തവണ ടൈഗറിനെ കോർസോണിൽ സ്പോട്ട് ചെയ്യുന്നത്. അതിനുശേഷം അന്നും ഇന്നും എന്നും ഞാൻ കോർസോണിൽ കടുവയെ കണ്ടിട്ടില്ല. അതിനുശേഷം നിരവധി തവണ കടുവയെ കണ്ടിട്ടുണ്ട്. പറമ്പിക്കുളം പോകുമ്പോൾ കടുവയെ കാണാം, അല്ലെങ്കിൽ നമ്മൾ നാഗർഹോളയിൽ പോകുമ്പോൾ കടുവയെ കാണാം, കബനി പോകുമ്പോൾ കടുവയെ കാണാം. കബനിയിൽ നിന്ന് നാഗർഹോളയ്ക്ക് കടുവ പോയതിൻ്റെ പേരിൽ നമ്മുടെ മോഹൻ മൂന്നാർ ആശാനും ഞാനൊക്കെ പോയി കടുവയൊക്കെ കാണാനായിട്ട് തന്നെ പോകാറുണ്ട്. പക്ഷെ കോർസോണിൽ അന്നും ഇന്നും പിന്നെ ഞാൻ കടുവയെ കണ്ടിട്ടേ ഇല്ല. കടുവയെ കാണുന്നത് കോർസോണിൽ കാണുന്നതിന് ഒരു പ്രത്യേക ഫീലുണ്ട്. എമർജൻസി റെസ്ക്യൂ ടീമുമായിട്ട് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ ശേഷം എനിക്ക് ലൈഫിൽ 1-2 പേരെ മാത്രമാണ് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ എവിടെ പോയാലും റിക്കവറി ഓഫ് ബോഡിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻക്ലൂഡിങ് പെട്ടുമടി അടക്കമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇവിടെ സിവിൽ ഡിഫൻസിന് വേണ്ടിയിട്ടും ഹാം റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ
ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് 35 ഡെഡ് ബോഡി റിക്കവർ ചെയ്തിരുന്നു. പെട്ടുപടിയിൽ നിന്ന് മാത്രം ഞങ്ങളുടെ ടീം തന്നെ 11 ബോഡി റിക്കവർ ചെയ്യുന്ന ടീമിൽ ഞാനുണ്ടായിരുന്നു. NDRFൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കവളപ്പാറ പോയിരുന്നു.